സങ്കടകരമായിട്ട് നന്നായിട്ടുണ്ട് എങ്കിൽ പറയുന്നതും കരയിപ്പിച്ച് കളഞ്ഞ് ഭയങ്കര ഇഷ്ടം തോന്നിയിരുന്ന് അങ്ങനെ പറയുമ്പോൾ നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ച ഒരു സാധനം ഇത്ര ഇതായിട്ട് നമ്മൾ വിളിച്ചു പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ച ഒരു സാധനമാണ്, പക്ഷെ ഇത്രക്ക് ഇമ്പാക്റ്റ് ഉണ്ടെന്നുള്ളത് ഓരോരുത്തർ വിളിക്കുമ്പോഴാണ് അച്ഛനെ കാണാൻ ഞങ്ങൾക്ക് തോന്നി. അല്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ അമ്മമാരുമായിട്ടൊരു ബോണ്ട് ഉണ്ടാവും, പക്ഷെ അച്ഛന്മാര് സ്നേഹം അങ്ങനെ അങ്ങനെ പറയത്തില്ല, അവരത്ര എക്സ്പ്രസീവ് അല്ല. പക്ഷെ കുറവാണ് അങ്ങനെ ഒരു കമ്പാരിസൺ. അച്ഛന്മാരെല്ലാവർക്കും അറിയാമല്ലോ, എപ്പോഴും പറഞ്ഞു വിട്ട് എപ്പോഴും ടെൻഷനും കാര്യങ്ങളും. ജോലി ഇപ്പോൾ വലിയ ജോലിക്കാരായാലും നമുക്കിപ്പോൾ ചെറിയ നാട്ടിലെ പണിയെടുക്കുന്ന കൂലിപ്പണിക്കാരായാലും അതിൻ്റേതായ ടെൻഷൻ ഉണ്ട്. കാലത്ത് തന്നെ പോവുക, ഓഫീസായാലും അല്ലെങ്കിൽ ബിസിനസ് ആയാലും വൈകിട്ട് കയറി വരിക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സന്തോഷിക്കാനൊന്നും ചിലപ്പോൾ പുള്ളിക്ക് നേരം ഉണ്ടാവില്ല. എൻ്റെ അച്ഛനൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. കാരണം രാത്രി രാവിലെ തന്നെ പോയി കഴിഞ്ഞാൽ അച്ഛൻ വൈകിട്ട് വരുന്നത് അച്ഛൻ അരിയൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് അച്ഛനോട് ചിലപ്പോൾ നമ്മൾ 4 മണിയൊക്കെ ഇട്ട് പിന്നെ ഫ്രീ ആണ് സ്കൂളൊക്കെ കഴിഞ്ഞാൽ, പിന്നെ അമ്മനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മയായിരിക്കും നമുക്ക് ഏറ്റവും വലുതാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ഛനും അമ്മയും ഒരേ തുല്യതയോട് സ്നേഹിക്കണതാണ്. അല്ലെങ്കിൽ അമ്മ 10 മാസം ചുവന്ന് പ്രസവിച്ചു എന്ന് എഴുതിയിട്ട് അമ്മക്ക് ഒരു 5 മാർക്ക് കൂടുതൽ അങ്ങനെ ഒന്നുമില്ല. അച്ഛനും അമ്മയും ഞാൻ ഒരേപോലെ. ഞാൻ ആദ്യം അച്ഛനമ്മ എന്നല്ല അമ്മ എപ്പോഴും പറയണം. അച്ഛൻ അമ്മ, അതുപോലെ തന്നെ ആദ്യം അച്ഛന്. രണ്ടുപേർക്ക് ഈക്വലാണത്. അത് ഞാൻ അങ്ങനെയാണ്, മിക്കവരും അങ്ങനെയൊക്കെ തന്നെ. പക്ഷേ ഈ സ്നേഹം കുറച്ച് കൂടുതൽ ഉള്ളത് കൊണ്ട് എപ്പോഴും അമ്മനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, അച്ഛനല്ലേ ഇല്ലാത്തത് വീട്ടിൽ. അപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നത്. അച്ഛന്മാരെല്ലാം പാവം പിടിച്ച ആൾക്കാരാണ്. വിഷുക്കാലമാണ്. എന്താ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.